വേണ്ട. ഏറ്റുപറച്ചിലിന്റെയും അപേക്ഷയുടെയും സ്വരം ഇനി ഈ വീട്ടിൽ വേണ്ട. രവിയും കൂടി വന്നിട്ട് ആ കർമ്മം നിർവഹിക്കാന്ന് കരുതിയാ ഞാൻ കാത്തുനിന്നത്. രാജലക്ഷ്മിക്കും രേഖയ്ക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഇപ്പോ, ഈ രാത്രി. അമ്മേ, പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് ഞാനോ അമ്മയോ അല്ല, രഘുവാണ്. രഘുവിന്റെ തീരുമാനം അന്തിമമായി കണ്ടേ ഇതിലൊരു തീരുമാനം എടുക്കാനാവും. രഘു, എന്താ നിന്റെ തീരുമാനം? ചേട്ടായി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് രേഖയുടെ ഭർത്താവാണെന്ന പരിഗണനയിലാണെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മാത്രമേ ആ സ്ഥാനം എനിക്കുള്ളൂ. ആത്മബന്ധം കൊണ്ട് അതെനിക്കില്ല. എന്റെ കൂടെ വേണമെന്ന് തോന്നിയ നിർണായക നിമിഷങ്ങളിൽ പോലും എന്റെ ഭാര്യ എന്റെ കൂടെ നിന്നിട്ടില്ല. ഒരു ഭർത്താവായി എന്നെ പരിഗണിക്കാനും എന്നെ സ്നേഹിക്കാനും പലപ്പോഴും രേഖ ബുദ്ധിമുട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും രഘു എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എന്നെ അസ്വസ്ഥനാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഞാനെല്ലാം ക്ഷമിച്ച് വീണ്ടും സ്നേഹിക്കുന്നത് എനിക്കവളെ ഇഷ്ടമുള്ളതുകൊണ്ടാ. ഇവളെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാ. കൂടുതലൊന്നും വേണ്ട. ഞാൻ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം ഇവൾ എനിക്ക് തിരികെ തന്നാ മതി, ഞങ്ങളുടെ ജീവിതം സ്വർഗമാകാൻ. കള്ളമായിരുന്നിട്ടും രേഖ ഗർഭിണിയാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് എന്നെയാ. എന്റെ ആ സന്തോഷം ചേട്ടായും കണ്ടതല്ലേ? എനിക്കൊരു കുഞ്ഞെന്ന സന്തോഷത്തിനേക്കാൾ അപ്പുറം എനിക്ക് സന്തോഷം തന്നത് കേരളത്തിനകത്തും പുറത്തുമായിരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി, മതശ്രമം, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാഗസുധ. അതെല്ലാം ചേർത്താണ് ഇപ്പൊ ഈ അറസ്റ്റും ജയിൽവാസവും. പറഞ്ഞു കേട്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും പുറലോകം കാണുന്ന ലക്ഷണമില്ല. എല്ലാം കൊണ്ടും സേഫായ സ്ഥിതിക്ക് ശ്രീലക്ഷ്മി മാഡം കാത്തിരുന്ന ആ സുദിനം നാളെയാ, മനസമാധാനത്തിന്റെ ദിവസം. രാഗസുധ അകത്തായ സ്ഥിതിക്ക് ഇനിയും ശ്രീലക്ഷ്മി മാഡം മറ്റൊരാളായി ജീവിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇനിയെല്ലാം ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ട് തന്നെ രവി സാറിനോട് പറയിപ്പിക്കണം. നാളെ തന്നെ, അല്ലേ സർ? അങ്ങനെയല്ല സാന്ദ്ര മേഡം. ഇനിയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അവൾക്ക് പലതും ചെയ്യാനാവും. സാന്ദ്ര മേഡത്തിന് രാഗസുധയെ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവളത് പ്രവർത്തിച്ചിരിക്കും. ഇപ്പോ അവൾ കുറച്ചുകൂടി സേഫ് ആവുകയാണ് ചെയ്തത്. ഇനി രവിക്കെതിരെ അവൾ എന്ത് ചെയ്താലും അവൾ ജയിലിൽ സേഫായിരിക്കും. നമുക്കോ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നിയമത്തിനോ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞതുപോലെ മനസമാധാനത്തിന്റെ ദിവസം വരണമെങ്കിൽ ജയിലിലായാൽ പോരാ, അവൾ മരിക്കണം.
അതിനുശേഷമേ രാഗസുതിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ അവളുടെ മരണം ജയിലിൽ വെച്ച് തന്നെ ആയിക്കൂടെ? രവി സാറോ രാജാറാം സാറോ വിചാരിച്ചാൽ അത് വളരെ ഈസി അല്ലേ? ഡിപ്പാർട്ട്മെന്റുമായി നല്ല ബന്ധങ്ങളില്ലേ രണ്ടുപേർക്കും? അവളെ ഇല്ലാതാക്കാൻ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല സാന്ദ്ര മാഡം. അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും സാന്ദ്ര മാഡത്തിന് മനസ്സിലാവില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കെട്ടപ്പെട്ടു പോകും. ഏതിനും ഇനിയാണ് രവിയും ബർമൻ വില്ലയിലെ മറ്റുള്ളവരും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ അവൾക്കും പിടിപാടുകളില്ല എന്ന് എങ്ങനെ അറിയാം? സോ ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട സമയവും. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഒന്നിച്ചു ജീവിച്ച മനോഹരമാവുന്ന ജീവിതങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് ഒരിക്കലും ചേരാത്ത ജീവിതങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തും ഈശ്വരൻ. എന്നിട്ട് ഇതാണ് ശരിയെന്ന് തോന്നിപ്പിക്കും വിധം നല്ല കുറെ സന്തോഷങ്ങൾ തരും. ഒരു ദിവസം എല്ലാം കെട്ടടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ചേരേണ്ടവര് അവരായിരുന്നില്ല എന്ന്. അതിനെ നമ്മള് ഒരു ഓമന പേരിട്ട് വിളിക്കും, വിധിയെന്ന്. അങ്ങനെ ഒരു വിധി എനിക്കില്ല ശ്രീലക്ഷ്മി. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. ഈ കണ്ടുമുട്ടൽ ഒന്നുകിൽ എല്ലാത്തിന്റെയും ഒരു തുടർച്ച, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അവസാനം. ഒരു പുതിയൊരു ആരംഭം ഇനി രവിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതെല്ലാത്തിന്റെയും തുടർച്ചയാവണമെന്ന എന്റെ ആഗ്രഹം. നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ ഉദാഹരണം ചേർത്ത് പറഞ്ഞാൽ ഞാനും ശ്രീലക്ഷ്മിയും ഒന്നു ചേരണമെന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമാണ്. ഒരിക്കലും ഒന്നിച്ചു ചേരാത്ത ജീവിതമല്ല എന്റെയും ശ്രീലക്ഷ്മിയുടെയും. ഒന്നിച്ചു ജീവിച്ചാൽ അത്രയും മനോഹരമെന്ന് തോന്നിപ്പിക്കും വിധം അങ്ങനെയുള്ളൊരു ജീവിതം. അതിനെ വിധി എന്ന രണ്ടക്ഷരത്തിൽ തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശ്വരനായി കൂട്ടിച്ചേർത്തവരെ ആർക്കും പിരിക്കാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ടെങ്കിൽ അന്നേ ശ്രീലക്ഷ്മി ഈ വീടിന്റെ പടിയിറങ്ങും. അത് തീർച്ചയായും. അങ്ങനെ സംഭവിക്കുന്നൊരു ദിവസം ഇപ്പൊ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ താഴെ വെച്ച് രേഖ മാഡത്തെയും രാജലക്ഷ്മി അമ്മയും സപ്പോർട്ട് ചെയ്തല്ലേ സാറിന് സംശയം തോന്നാനുള്ള കാരണം? എങ്കിൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണ് എന്നത് പുറത്തുള്ള ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് രേഖ മാഡത്തിനും രാജലക്ഷ്മി അമ്മയ്ക്കുവാ. ഈ സന്ദർഭത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താൽ ഇനി കുറച്ചു നാളത്തേക്കെങ്കിലും ആ നന്ദി കാണും. ആ നന്ദി നമുക്ക് മുതലെടുത്ത് ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് കുറച്ചുകൂടി വിശ്വസിപ്പിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ബുദ്ധി? കൊള്ളാം. ഈയിടെയായിട്ട് ബുദ്ധി കുറച്ചു കൂടുതലാണ്. കൂടിക്കൂടി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊന്നും പുറത്തേക്ക് വരാതിരുന്നാ മതി. ഒരു നിമിഷം പോലും എന്നിൽ നിന്നും പിരിയാതിരുന്നതാൻ കാണാതായ സമയത്ത് എങ്ങനെ ജീവിച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ എന്റെ അടുത്തേക്ക് ഓടി വരും എന്ന് ഞാൻ കരുതി. പക്ഷെ അതുണ്ടായില്ല. നിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അനുഭവിച്ച ഓരോ നിമിഷവും നീയില്ലാതെ ഞാനില്ല എന്ന തിരിച്ചറിവ് ഉറപ്പിക്കുകയായിരുന്നു ഞാൻ. തന്നെ ചിരിക്കുന്ന മുഖമൊന്നും മാറിയാൽ തന്നെ സഹിക്കാനാവാത്ത എനിക്ക് തന്റെ ഈ മാറ്റം പലപ്പോഴും
ഉൾക്കൊള്ളാനാവുന്നില്ല ശ്രീലക്ഷ്മി. തന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാത്തിരിപ്പാണ് പ്രാർത്ഥനയേക്കാൾ സത്യമെന്ന്. തന്നെ തിരിച്ചു വരവിന് കാരണമായത് അമ്മയുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയുമ്പോഴും ശ്രീലക്ഷ്മി തിരിച്ചുവരും എന്ന രവിവർമ്മന്റെ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് താൻ തിരിച്ചു വന്നതെന്ന ബോധ്യം എനിക്കുണ്ട്. എന്നോടൊപ്പം ചേർത്ത് വയ്ക്കാൻ താനല്ലാതെ വേറെ ആരുമില്ല ശ്രീലക്ഷ്മി. രവിവർമ്മൻ എന്ന വ്യക്തിയെ മറന്നാലും രവിവർമ്മന്റെ പ്രണയത്തെ മറക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിയൂ? താൻ ചെയ്യുന്നതൊക്കെ ഞാൻ ക്ഷമിക്കുന്നത് തന്നെ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ക്ഷമയുടെ അവസാനം സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവന് സമമായി സ്നേഹിച്ചിട്ട് തന്റെ മുന്നിൽ തന്നെ ഒരുക്കി തീർന്നോ ശ്രീലക്ഷ്മി ഞാൻ? താനില്ലാതെ എനിക്ക് പറ്റുന്നില്ലടോ. പലപ്പോഴും എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഞാൻ വലിയൊരു ഡിപ്രഷനിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു തവണ നടന്ന വഴിയിൽ ഞാൻ വീണ്ടും നടക്കുന്നത് താൻ കാരണമാണെന്ന് ഇനിയും താൻ മനസ്സിലാക്കിയില്ലെങ്കിൽ രവിവർമ്മനെ ശ്രീലക്ഷ്മിക്ക് നഷ്ടപ്പെടുന്ന ദിവസം വിദൂരമല്ല. കാര്യം ഞാൻ പറയാം. കൃഷ്ണയും ഈ നിൽക്കുന്ന വിനയനും തമ്മിൽ ഇഷ്ടത്തില. ഓ, പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് നീ ഒന്ന് സംസാരിച്ച് ശരിയാക്കി കൊടുക്കണമെന്ന് പറയാനാ കൃഷ്ണ വന്നത്. കൃഷ്ണ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ
നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പത്മിനി ആന്റി ഞാൻ വന്ന് കണ്ടിരുന്നു. ആന്റിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചത്. നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടവും പത്മിനി ആന്റിയുടെ ഇഷ്ടക്കേടും ഞാനത് താരതമ്യപ്പെടുത്തി നോക്കി. അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം സത്യമാണോ എന്ന് എനിക്കറിയണം. സത്യമുള്ളതാണെങ്കിൽ പത്മിനി ആന്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആന്റി സമ്മതിക്കുകയും ചെയ്യും. അതല്ല, നിങ്ങളിൽ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടുകാര് എതിർത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ഒരു പുനർചിന്ത ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറയണം. കാരണം മധുരമേറിയ പ്രണയ നിമിഷങ്ങൾ കഴിയുമ്പോൾ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. അന്ന് പരസ്പരം കുറ്റപ്പെടുത്തരുത് രണ്ടാളും. ജീവിത അവസാനം വരെ നിങ്ങളുടെ ഈ പ്രണയത്തെ ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നിടത്തെ പ്രണയം വിജയിച്ചു എന്ന് പറയാനാവൂ. ശ്രീ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് രണ്ടുപേരും നല്ലപോലെ ആലോചിച്ചിട്ടാ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചത്. വിധി എന്താണെന്നും ഈശ്വര തീരുമാനം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിനയനോടൊപ്പം ആയിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ സർ, എന്റെയും തീരുമാനം അത് തന്നെയാണ്. പരസ്പരം ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്. മുന്നോട്ടുള്ള യാത്രയുടെ ബലവും അത് തന്നെയാ സർ. ഞങ്ങളുടെ എത്രയോ നല്ല നല്ല മുഹൂർത്തങ്ങൾക്കും പിണക്കങ്ങൾക്കും സാക്ഷിയായ ആളല്ലേ നീ? പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാനും സാറും തിരിച്ചു ഈ ഉപകാരം ചെയ്യണ്ടേ? നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന ദൃഢമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അല്ലേ സർ? എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം കൃഷ്ണ. ജോഗിങ്ങിന് പോയി അപ്പാടെ വിയർപ്പാ. നീ ചെന്ന് ഫ്രഷ് ആവാം, ഞാൻ നിന്നെ വിളിച്ചോളാം. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാ സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും കൃഷ്ണ. ഈ മുറിയിൽ വെച്ച് പലപ്പോഴും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ശ്രീലക്ഷ്മി ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ. രണ്ട് നിശ്വാസങ്ങൾ ഒന്നാകുന്ന ഇത്ര അടുത്ത് ഞാനും ശ്രീലക്ഷ്മിയും കണ്ണിൽ നോക്കി നിന്നിട്ടുണ്ട് കുറെ നേരം. അന്നും ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട രവിയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോ ഈ കണ്ണുകളിലും ഞാൻ കാണുന്നത്.
അത്രയ്ക്കടുത്ത് പോയി. ഞാനും ശ്രീലക്ഷ്മിയും മാത്രമാകുമ്പോ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്. ശ്രീലക്ഷ്മി, രവിയിൽ നിന്നും ഒരു ചുംബനം ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ആരുമില്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ? അതെന്താ രഘു? ഞാൻ വിളമ്പി തന്ന രഘു കഴിക്കില്ലേ? ഇല്ല. നിങ്ങളാണോ ഇവിടുത്തെ സെർവന്റ്? അല്ലല്ലോ. അവർക്കകത്ത് വേറെ ജോലിയുണ്ട്. സെർവന്റ് വിളമ്പി തന്നാ മാത്രമേ രഘു കഴിക്കുള്ളോ? സെർവന്റ് എന്നെ വേണോന്നില്ല, നീ ആയാലും മതി. ഓ, പറയുന്ന പോലെ ഞാനും ഇവിടുത്തെ ഒരു സെർവന്റ് ആണല്ലോ. യൂണിഫോം ഇല്ലെന്നല്ലേ ഉള്ളൂ. നീയേ വെറുതെ അവരുമായി നിന്നെ താരതമ്യപ്പെടുത്തണ്ട. അവര് നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അത് ജോലിക്കാരിയെ പോലെയാണ് കാണുന്നതെന്ന് നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? അവിടെ തുടങ്ങുന്നുണ്ട് ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിന്റെ പരാജയം. ശരി, എന്റെ ജയപരാജയത്തിന്റെ കണക്ക് അവിടെ നിക്കട്ടെ. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്റെ അമ്മ ഭക്ഷണം എടുത്തു തന്നാൽ എന്താണ് കുഴപ്പം? ഗായത്രി അമ്മയെ പോലെ തന്നെയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതെ, എന്റെ അമ്മ എടുത്തു തരുന്ന ഭക്ഷണത്തിൽ സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മതിയായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അല്ലാതെ നിന്റെ അമ്മയെ പോലെ ദുർമുഖവുമായിട്ടല്ല ഭക്ഷണം എടുത്തു തരേണ്ടത്. സ്നേഹവും വാത്സല്യവും കുറച്ച് കുറഞ്ഞാലും ഇതും അമ്മ തന്നെയാ. രഘു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ കടമയാണ് എനിക്ക് ആഹാരം വിളമ്പി തരേണ്ടത്. അത് നീ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നിന്റെ അമ്മ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്. വന്നതിന് ശേഷമുള്ള കഥകള് ഞാൻ പറയണ്ടല്ലോ. നീ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ. നീ നോക്കി നിൽക്കുകയും നിന്റെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് തരികയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞ, ഇല്ലാത്ത സ്നേഹവും കൊണ്ട് എന്നെ ഊട്ടാൻ വരണ്ട എന്ന്. അവിടെ മറവി രോഗത്തിന്റെ കാരണം അന്വേഷിക്കാൻ. എന്തു പറ്റി സരോജാമേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടുമില്ല. പക്ഷേ എന്നെ പറ്റിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും സരോജം അകത്തേക്ക് വരും. വാ. എഴുതിയമ്മേ, ദേ സരോജം വന്നിരിക്കുന്നു. ആഹാ, സരോജമ്മ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. സമയം തെറ്റാതെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ശീലിച്ചവർക്കാണ് ഭക്ഷണ സമയത്തിന് സമയക്രമം ഉള്ളു രേഖയിടമേ. എന്നെ പോലെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവർക്കേ അങ്ങനെയൊന്നും ഇല്ല. വിശന്നും വയറ് കത്തുമ്പോഴായിരിക്കും വല്ലതും കഴിക്കുന്നത്. അമ്മ, ഓ,
അപ്പൊ നമ്മള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിനക്കറിയാല്ലേ? നീ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത പോലെ നോക്കുന്നത്? ഓ, ഞാനോ നിന്റെ അച്ഛനോ പറയുന്നത് എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലാവാറേയില്ല. ഞാനത് ഓർത്തില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അതിന് മാത്രം എന്തുണ്ടായി? ഒരു കാര്യം, ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാ മതി. നീരേറ്റ് കോളനി വന്നിട്ട്, സ്വന്തം വീടിന്റെ നടവരെ വന്നിട്ട് നീ എന്താ ആ വീട്ടിൽ കയറാതെ പോയത്? ഒരു വഴിപോക്കനെ പോലെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനെ കോളനി വെച്ച് കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ തിരിച്ചു പോകേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു നിനക്ക്? സാറ് ക്ഷമിക്കണം. എന്റെ മോൾക്ക് പുനർജന്മം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ മാറ്റങ്ങളുടെ തീവ്രത ഒന്നും മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. അത് സരോജാമ്മേ, ശരിക്കും കൃഷ്ണയുടെ വീട്ടിലേക്കാണ് ശ്രീലക്ഷ്മി വന്നതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിലൂടെ കയറിയിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. സാറ് പറഞ്ഞിട്ട് വേണോ സാറേ ഇവൾക്കത് മനസ്സിലാവാൻ? നീ ഇതിനെ ഇത്ര സില്ലിയായി എങ്ങനെ കണ്ടുവെന്ന എനിക്ക് മനസ്സിലാവാത്തത്. രാഗസുധ ജയിലിലാണെങ്കിലും അവിടെ ഇരുന്നുള്ള അവളുടെ ഓപ്പറേഷൻ ഇതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ദിവി, അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. രാഗസുധ മാത്രമേ നമുക്ക് ശത്രുവായിട്ടുള്ളൂ. ചുറ്റിനും ശത്രുക്കളുള്ള എനിക്ക് എങ്ങനെ ഒരാളെ മാത്രം സംശയിക്കാനാവും? രാഗസുധ മാത്രമാണ് ജയിലിൽ. അതും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ശത്രു. 1ാം സ്ഥാനത്ത് ഇപ്പോഴും GD തന്നെയാണ്. രാഗസുധയ്ക്ക് എന്തായാലും നേരിട്ടൊരു ആക്രമണം നടത്താനോ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ കഴിയില്ല. അതിനൊരു പിൻബലം വേണം. അതുകൊണ്ട് തന്നെ എന്റെ സംശയം GDയെ തന്നെയാണ്. പക്ഷേ പ്രധാനമായും ഇപ്പോൾ എന്നെ അലട്ടുന്നതും സമാധാനം കെടുത്തുന്നതും അതല്ല രാജാറാം. ചില തീരുമാനങ്ങൾ മുന്നും പിന്നും നോക്കാതെയാണോ എടുത്തതെന്ന് എനിക്കിപ്പോ ഒരു സംശയം. എല്ലാവരെയും പോലെ ഞാനും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നങ്ങളിൽ നിന്നും ജീവിത സത്യങ്ങളിലേക്ക് വരുമ്പോ വലിയ അബദ്ധമാണോ ചെയ്തതെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. എന്തബദ്ധം? എന്തിനെ കുറിച്ച് നീ പറയുന്നേ? ശ്രീലക്ഷ്മിയെ കുറിച്ച്. കാണാതായതും കൺമുന്നിലുള്ളതും ഒന്നു തന്നെയാണോന്ന് ഇപ്പൊ എന്റെ സംശയം. ഇതാണ് എന്റെ ശ്രീലക്ഷ്മി എന്ന് 1000 തവണ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ചില സന്ദർഭങ്ങളിൽ എന്നെ പുറകോട്ട് വലിക്കുന്നു രാജാറാം. ചിലതൊക്കെ ഞാൻ എന്നെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. രവിവർമ്മൻ എന്ന എനിക്ക് എന്നോട് തന്നെ കള്ളം പറയേണ്ടി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനെ കുറിച്ച് ഈ പറയുന്നേ? ശരിക്കും ഞാൻ തന്നെയാണോ നിന്നെ പെറ്റത്? അതോ അന്ന് ആ കാഴ്ചയില്ലാത്ത പെൺകുട്ടി വന്ന് ആദ്യം പറഞ്ഞതുപോലെ നീ വേറെ ആരെങ്കിലും ആണോ? അതെ രവി, എനിക്ക് ഉറപ്പുണ്ട് ഇത് നിന്റെ ശ്രീലക്ഷ്മി തന്നെയാ. നീയായിരുന്നു ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ അധികം താമസിയാതെ എല്ലാവർക്കും ബോധ്യമാവും. അതെങ്ങനെയാ നിനക്ക് തർപ്പിച്ച് പറയാൻ കഴിയുന്നത്? അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ നീ ശ്രീലക്ഷ്മിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തോ?
എന്തിനാ രവി ഇനി കാണുന്നതും കേൾക്കുന്നതും? ഇപ്പോഴുള്ള ശ്രീലക്ഷ്മിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോരെ അത് ബോധ്യമാവാൻ? ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അപ്പോ നീ നിന്റെ വാദങ്ങൾ ജയിക്കാൻ ധാരാളം തെളിവുകൾ നിരത്തി. എന്നിട്ട് ഇപ്പൊ ശരിക്കും ശ്രീലക്ഷ്മിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി വരുമ്പോ നീ മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിന്റെ ഒറ്റ ഉറപ്പുമേല ഞാനും സാന്ദ്രാ മേഡവും, എന്തിന് ഗായത്രി അമ്മ വരെ ഇതെല്ലാം സത്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ആദ്യം നീ വിശ്വസിക്കേ, ബാക്കിയെല്ലാം സ്വയം നടന്നോളൂ. അതാണ് രാജാറാം എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കാത്തത്. സരോജമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടത് ചെവി കൊണ്ടാണെങ്കിലും വന്ന് തറച്ചത് ഈ ഹൃദയത്തിലാണ്. കണ്ണു നിറഞ്ഞുള്ള ആ അമ്മയുടെ ഓരോ വാക്കുകൾക്കും എന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് കാഠിന്യമുണ്ടായിരുന്നു. അത് നീ മനസ്സിൽ വെക്കേണ്ട കാര്യം പോലും ഇല്ല രവി. സരോജമ്മയുടെ സംസാരവും രീതിയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ദേഷ്യം വരുമ്പോ അങ്ങേ അറ്റം വരെയും പറയും, അത് മാറുമ്പോ ഇങ്ങേ അറ്റം വരെ സ്നേഹിക്കുകയും ചെയ്യും. അവിടെയാണ് രാജാറാം എന്റെ പല വാദപ്രതിവാദങ്ങളും തകർന്നു തുടങ്ങിയത്. നീ പറഞ്ഞ സരോജാമ്മയുടെ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വന്തം മകളായ ശ്രീലക്ഷ്മി മനസ്സിലാക്കാത്തതിലാണ് എന്റെ ആലോചനകൾ മാറിത്തുടങ്ങിയത്, സംശയങ്ങൾ തോന്നിത്തുടങ്ങിയത്. ശ്രീലക്ഷ്മിയായിരുന്നെങ്കിൽ അവിടെ തന്നെ പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയത്തിൽ ഒന്നും മിണ്ടാതെ പതറിയാണ് ശ്രീലക്ഷ്മി നിന്നത്. സ്വന്തം അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടും കുലുങ്ങാതെ നിന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സരോജാമ്മയുടെ ഓരോ വാക്കുകൾക്കും താൻ തന്നെയാണ് കുറ്റക്കാരിയെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീലക്ഷ്മി സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ഒരു പരിചയമില്ലാത്ത നിങ്ങളെടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ ആ രവിവർമ്മന് നേരെ നിങ്ങളെ ഗുണ്ട ഒരു വെടിവെച്ചില്ലേ? അതല്പം മാറിയിരുന്നെങ്കിലേ നമ്മളെ പേട്ട് തല ചിതറിയനെ. നിങ്ങൾക്കാരേലും കൊല്ലണമെങ്കിൽ അത് അവരോടായിക്കോ. ഒരു ബന്ധം ഇല്ലാത്ത ഈ കൺമണിയെ ഒന്ന് വെറുതെ വിട്. രാഗസുതയ്ക്ക് വേണ്ടത് അവരുടെയൊക്കെ ജീവൻ, നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ പൈസ. നമ്മളെ ശ്രീലക്ഷ്മിയെ കാണുന്നിടത്തോളം ചുമ്മാ നമ്മളൊന്ന് ആ രവിവർമ്മനെ മുട്ടി ഒരുമി നിന്നാ മാത്രം മതി. ചോദിക്കുന്നത് അയാള് തരും. അയാള് തരാൻ മടിച്ചാലും ഈ കൺമണി അത് വാങ്ങിച്ചെടുക്കും. കിട്ടാവുന്നതൊക്കെ ഊറ്റിക്കഴിയുമ്പോ നമ്മളൊരു അങ്ങ് മുങ്ങും. അതുവരെ സുധ നമ്മളെ ഉപദ്രവിക്കരുത്. നീ പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ഞാൻ. നീ ശ്രീലക്ഷ്മി അല്ലെങ്കില് നിനക്കൊന്നും സംഭവിക്കില്ല, ഉറപ്പ്. അത് മതി, അത് മതി നമുക്ക്. പിന്നെ ഇവിടെ വന്ന് സുധയോട് സംസാരിച്ചപ്പോ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചു. ഈ പറയുന്ന രവിചന്ദ്രവർമ്മനും നമ്മളും രാഗസുധയും തമ്മില് യാതൊരു ബന്ധവും ഇല്ല. രാഗസുധയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും. എനിക്ക് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഞാനായിട്ട് തന്നെ രവിയുടെ തല എടുത്തോളാം. എന്റെ കാൽച്ചോട്ടി കിടന്ന അവ മരിക്കേണ്ടത്. അതിനി ആര് കുറുകെ നിന്നാലും ശരി, അത് ഞാൻ നടത്തും. നിനക്ക് നമ്മുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ. സത്യം, നമുക്കൊരാളെ തകർക്കണമെന്ന് തോന്നിയ തകർത്ത് അസ്ഥിവാരം തോണ്ടിയിട്ടേ നമ്മൾ അടങ്ങും.
നമ്മൾ നേരത്തെ പറഞ്ഞത് രാഗസുധയ്ക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇതിനകത്ത് കിടക്കുന്ന നിനക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. എന്നാ കൺമണിക്കതില്ല. ഇങ്ങനെ വാടക കൊണ്ടേ പറഞ്ഞയച്ച് ഒരു പാഴ്വെടി വെച്ചെന്നും പറഞ്ഞ് രവിയോ കൂട്ടരോ ഭയക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മതി, അത് തന്നെ ധാരാളം. പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങുന്നവരെ വേറെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇല്ല, പക്ഷേ ഇന്നു മുതൽ നിന്റെ പുറകെ എന്റെ ആളുകൾ ഉണ്ടാവും. ഈ പറഞ്ഞതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിച്ചാല് ആദ്യം കൊല്ലുന്നത് നിന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അപ്പോ കൺമണിയായ നമ്മളും രാഗസുധയും വേണ്ട വേണ്ട വേണ്ട, ഒന്നും പറയണ്ട മോളെ. നീ സിംഗപ്പൂരിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ചിങ്ങി വാ. ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് നിനക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ലോകം ചുറ്റാനുള്ള ഈ അവസരം. ഹാ, അതൊരു അലങ്കാരം മാത്രമേ ഉള്ളൂ. പറയുമ്പോ കോടികളുണ്ട്. അതിവിടുത്തെ മഹാരാജാവ് രവിചന്ദ്രവർമ്മന്റെ കയ്യില്. ആ രാജാവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന സഹോദരൻ രഘുവർമ്മന്റെ പാവം പത്നിയാണ് ഞാൻ. ആ, നിനക്ക് പറ്റും. അങ്ങനെ ഒരു ഭർത്താവിനെയല്ലേ നിനക്ക് ഈശ്വരൻ തന്നത്. ഭാഗ്യം മാത്രം പോരാ, അനുഭവിക്കാൻ യോഗം കൂടി വേണം. അത് നിനക്കുണ്ട്, എനിക്കില്ല. വിധി വൈപരീത്യം എന്നല്ലാതെ എന്ത് പറയാനാ? എന്താ രഘു? രേഖ, ആ ഫോണൊന്ന് കെട്ടി. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ് രഘു, ഒന്ന് വെയിറ്റ് ചെയ്യേ. നിന്റെ പെറ്റ് ജൂഡിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഒരടി ബോണസായി അവിടെ കവളി കിടപ്പുണ്ട്. ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. എന്നോടാ എന്റെ മരുമകൻ ആദ്യം ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്താ രഘു ഇതൊക്കെ? എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ഇങ്ങനെ പെരുമാറുന്നെന്താ? ചേട്ടായി, GST ബില്ലെന്നും പറഞ്ഞ് 5 ലക്ഷം രൂപയാ ഇവള് കമ്പനിയെ പറ്റിച്ചെടുത്തത്. അത് ചോദിച്ചപ്പോ രഘു, പണത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കരുതെന്ന് എത്ര തവണയാ നിന്നോട് ഞാൻ പറയുന്നത്? ഇനി എന്നാ നീ ഇത് മനസ്സിലാക്കുന്നത്? 5 ലക്ഷം രൂപയ്ക്കാണോ ഈ പുകിലൊക്കെ?
ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിനക്ക് എത്ര സമയം വേണം? 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ല 1 ദിവസമോ? അങ്ങനെ 1 ദിവസം കൊണ്ട് തീരുന്ന ഈ നിസ്സാര കാര്യത്തിനാണോ നീ അനിയത്തിക്കുട്ടിയെ പടിക്ക് പുറത്താക്കാൻ നോക്കുന്നത്? അത് ചേട്ടായി, ഞാൻ ചോദിച്ചപ്പോ അവള് മറുപടി പറഞ്ഞത് വേറെ ആയിരുന്നു. അതും അമ്മയുടെ മുന്നിൽ വെച്ച്. നിയന്ത്രണം വിട്ട് ഞാൻ തല്ലിപ്പോയി. എന്തിന്? നീ നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ എന്തിനാ നിയന്ത്രണം വിടുന്നത്? അനിയത്തിക്കുട്ടി മോശമായിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തന്നെ അതിനുള്ള ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷൻ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ? രാജലക്ഷ്മി അമ്മയോടും അനിയത്തിക്കുട്ടിയോടും എന്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കുന്നു. എങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലൊരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിലോ? പല ആവർത്തി രഘു പറഞ്ഞു കഴിഞ്ഞു രഘുവിന് എന്നെ വേണ്ടാന്ന്. അപ്പോഴൊക്കെ ഞാൻ തകർന്ന് നിന്നിട്ടേ ഉള്ളൂ. ഏതൊരു തകർച്ചയുടെ അവസാനം ഒരു പുനർചിന്ത ഉള്ളതുകൊണ്ട് തന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. രഘുചന്ദ്രവർമ്മൻ എന്നയാളെ രേഖയ്ക്കിനി വേണ്ട. ഇതിലാരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. രഘുവിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇന്ന് വേണ്ടാത്ത ഒരാളെ എനിക്ക് ഇന്നലെയേ വേണ്ട. ചിലപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് എന്റെ ക്യാരക്ടറിന്റെ ആവാം. നിങ്ങൾ എന്റെ ഭർത്താവിന് വേറൊരു വിവാഹം കഴിപ്പിച്ചു കൊടുത്ത സഹനശക്തി കൂടുതലാണെങ്കിൽ ചിലപ്പോ അവളെ പിടിച്ചു നിന്നെന്ന് വരും. പക്ഷെ എനിക്കിനി വയ്യ. രേഖ രഘു ദാമ്പത്യ ജീവിതം പരാജയമാണ്, പൂർണ്ണ പരാജയം. ഒരു ഭാര്യ, ഒരു മരുമകൾ, ഈ 2 സ്ഥാനവും എനിക്ക് ഒരു അലങ്കാരമായിട്ട് വേണ്ട. അതുകൊണ്ട് ഞാനും എന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. അനിയത്തിക്കുട്ടി എന്തൊക്കെയാ? പ്ലീസ്, ഞാൻ പറയുന്നത് എന്നെയും എന്റെ ഭർത്താവിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാ. അതിനിടയിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വേഷം കെട്ടണ്ട ബ്രദർ ഇൻ ലോ. എനിക്കറിയാം ബ്രദർ ഇൻ ലോ നല്ലതിനു വേണ്ടിയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ചേട്ടനായ നിങ്ങൾക്കുള്ള വിഷമം പോലും അനിയനിൽ ഞാൻ കാണുന്നില്ല. അവരുടെ സ്ഥാനം പോലും എനിക്ക് പലപ്പോഴും ആരും തരാറില്ല. അങ്ങനെയുള്ളവരടുത്ത് അടിഞ്ഞു കൂടി കിടക്കാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ രഘു, നീ അകത്തു പോ. പറഞ്ഞത് കള്ളമാണെന്നേ ഉള്ളൂ. അതിനർത്ഥം ഒരിക്കലും എനിക്കും രഘുവിനും ഒരു കുഞ്ഞുണ്ടാവില്ല എന്നല്ല. അങ്ങനെ എന്നെങ്കിലും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന് വർമ്മൻ കുടുംബത്തിലെ ഗായത്രി ദേവിയുടെ മകന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നൊരു വിശേഷാൽ പട്ടം കൊടുത്ത് ഇവിടെ തളച്ചിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് ഈ കുടുംബത്തിൽ നിന്നും എന്താണ് കിട്ടുന്നതെന്നും എന്റെ ഭർത്താവിന് എന്ത് മൂല്യമുണ്ടെന്നും എനിക്കറിയണം. എനിക്കറിയാം ഇതിപ്പോ നടന്നില്ലെങ്കിൽ
ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനത്തിൽ ഒരയവും ആരും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് എന്റേതായ ചില വാശികളുണ്ട്. ആ വാശികൾക്കിടയിലേക്ക് ആരും വിലങ്ങുതടി ആവരുത്. അതെന്റെ ഭർത്താവായാലും അമ്മായിയമ്മയായാലും. പറയുന്ന രീതി ശരിയല്ലെങ്കിലും അവള് പറയുന്നതിലും കാര്യമുണ്ട് രഘു. എപ്പോഴായാലും ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കും രേഖയ്ക്കും ഒരു ജീവിതമുണ്ട്. ഒരു ഉപയോഗവും ഇല്ലാത്ത ഈ വാശി പിടിക്കുന്നത് എന്തിനാ? ഒന്നാമത് അമ്മയ്ക്ക് വയസ്സായി വരികയാ. അതിനിടയില് മക്കളും മരുമക്കളും പരസ്പരം തല്ലിപ്പിരിയുന്നത് കാണാൻ വയ്യ. ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാ. രേഖ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ആഗ്രഹം ഞാൻ മരുമക്കളിൽ അടിച്ചേൽപ്പിച്ചപ്പോ സംഭവിച്ചതാവും ഇതൊക്കെ. നീ വേഗം പോയിട്ട് വാ. ഇന്നത്തോടെ തീരണം ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും. രേഖ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീയും അമ്മയും അതിനെ സമ്മതിച്ചു കൊടുത്തോ? സ്വത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോകുമെന്ന് പറയുമ്പോ പിന്നെ പോട്ടേന്ന് വെക്കുന്നതല്ലേ നല്ലത്. നമുക്ക് കേസ് പറയാം. അങ്ങനെയല്ല രാജാറാം. അനിയത്തിക്കുട്ടി പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നിരുന്നാലും വകവയ്ക്കാതിരിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ചെറുകിന്റെ തണലിൽ എത്ര നാൾ അവർ ജീവിക്കും? രഘുവിനും രേഖയ്ക്ക് ഒരു ജീവിതം വേണ്ടേ? നീ പറയുന്നതൊക്കെ സമ്മതിച്ച് തരുമ്പോഴും വേറൊരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നീ ഓർക്കേണ്ടതായിട്ടുണ്ട്. നീ രാജനന്ദിനെ കല്യാണം കഴിക്കുമ്പോൾ ഉള്ളതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും നിന്റെ അധ്വാനവും വിയർപ്പും കൊണ്ട് നീ സമ്പാദിച്ചിട്ടുണ്ട്. അതെല്ലാം രാജനന്ദിനിയുടെ പേരിലും. ജീവിച്ചിരിപ്പില്ലാത്ത ആളുടെ സ്വത്തുക്കൾ മക്കളില്ലാത്തതുകൊണ്ട് അതിന്റെ 50% നിനക്ക് അവകാശപ്പെട്ടതുമാണ്. ആ 50% നിനക്ക് വേണമെങ്കിൽ മൂലധനത്തോടൊപ്പം ചേർക്കാം. അതായത് ഗായത്രി അമ്മയുടെ പേരിലേക്ക് മാറ്റാം. പക്ഷേ അങ്ങനെ മാറ്റിയാൽ നിനക്കായിട്ടെന്ന് പറയാൻ അവസാനം ഒന്നും ഉണ്ടാവില്ല രവി. അത് നീ മറക്കരുത്. എന്തിനാ രാജാറാം നമ്മൾ വലിയ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നത്? ഞാനും നീയും ഈ നാട്ടിലേക്ക് വരുമ്പോ നമ്മളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അതുപോലെ തന്നെ മടങ്ങിപ്പോകേണ്ടി വന്നാൽ അങ്ങനെ തന്നെ തിരിച്ചു പോകണം. തെറ്റാണ് നീ പറഞ്ഞത്. നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷവും രാജനന്ദിനിയുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചതുവരെയും ഞാനും നീയും കഴിഞ്ഞത് ഒറ്റമുറി കെട്ടിടത്തില്. അതിനു മുമ്പ് കളവരാന്തയിൽ. വന്നതുപോലെ അല്ല തിരികെ പോകുന്നത്. തിരികെ പോകുമ്പോ നിന്റെ കൂടെ ശ്രീലക്ഷ്മി എന്ന നിന്റെ ഭാര്യയുണ്ട്. എങ്ങനെ? ഓ, എന്തായിരുന്നു ആ വരവ്? ദേ ഇതുപോലെ. എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ നിങ്ങളുടെ മകളല്ല പോലും. പിന്നെന്തോന്ന് തവിട് കൊടുത്ത് വാങ്ങിയതാണോന്ന്? എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലല്ലോ. നീ ശരിക്കും എന്നെ വിലക്ക് വാങ്ങിയത് വലുതാണോ? നീ ഇരിക്കെ. മുന്നറിയിപ്പില്ലാതെ വന്നതുകൊണ്ട് ഒന്നും മാറ്റിവെച്ചിട്ടില്ല. ഞാനേ വേഗം എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എന്നല്ലേ ആ സമയം കൊണ്ട് ഞാൻ പത്മിനി ആന്റി അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് വരാം.
ഇല്ലെങ്കിലേ കൃഷ്ണ കരുതും അവര് വന്നൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് കാര്യമായിട്ട് എടുത്തില്ലെന്ന്. അല്ല മോളെ, കൃഷ്ണയ്ക്ക് ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? അയ്യോടാ, കണ്ടവരുടെ മക്കളുടെ കാര്യത്തിലെ എന്തോരൊത്താശ. സ്വന്തം മോളുടെ കാര്യം വന്നപ്പോ എന്തായിരുന്നു ചങ്കിടിപ്പ്? സമുദായോ ജോലിയോ പത്മാന്റി പറയുന്നത്, പിന്നെ കുടുംബവും. പിന്നെ ആന അമ്പാരിയൊക്കെ ഉള്ള തിരുവിതാംകൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ കുടുംബാണല്ലോ പത്മിനിയുടേത്. ആ പെങ്കൊച്ചിന്റെ ആഗ്രഹത്തോടൊപ്പം നിൽക്കാനുള്ളതിനെ ഓരോരോ പ്രഹസനങ്ങള്. ആ, നീ അതേ പിടിച്ചു തൂങ്ങാതെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. കൃഷ്ണയുടെ കാര്യം പത്മിനി നോക്കിക്കോളും. നീ ഇനി ഇത് കോളനിക്കാരെ മുഴുവൻ അറിയിക്കാതിരുന്നാ മതി. നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ? വായിക്കാൻ വക്കീലേ. രാജമയൂരവർമ്മൻ മകൻ രാജരാജവർമ്മൻ എന്ന ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം. എന്റെ ഉടമസ്ഥതയിലുള്ള കോളേജുകൾ, തിയേറ്ററുകൾ, ട്രാൻസ്പോർട്ട്സ്, തുണിമില്ലുകൾ, ഫാക്ടറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളും വസ്തുവകകളായി കേരളത്തിനകത്തും പുറത്തുമായുള്ള 1226 ഏക്കർ എസ്റ്റേറ്റും 1356 ഏക്കർ പുരയിടവും 800 ഏക്കർ കൃഷിയിടവും മറ്റു ഭൂസ്വത്തുകളെല്ലാം എന്റെ ഭാര്യ ഗായത്രി ദേവിക്കും ഗായത്രി ദേവിയിൽ ഉണ്ടായ മകൾ രാജനന്ദിനിക്കും മകൻ രഘുചന്ദ്രവർമ്മനും അവകാശപ്പെട്ടതാണ്. എങ്കിലും മേൽപ്പറഞ്ഞ വസ്തുവകകളിൽ ഒരു വിഹിതം എന്റെ മരണപ്പെട്ട രണ്ടാം ഭാര്യയായ നീലാംബരി എന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ മകൾ രാധസുതയ്ക്കും കൂടി അവകാശമുള്ളതാകുന്നു. ആയതിനാൽ മതി, ഒന്ന് നിർത്തിക്കേ. ആരാ മദറല്ലോ ഈ നീലാംബരിയും രാഗസുധയും? രേഖ, ഇപ്പൊ വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്താ രേഖയ്ക്ക് കൂടുതൽ സംശയം? കൊള്ളാം. അത്രയ്ക്കും നിസ്സാരവൽക്കരിച്ച് കാണേണ്ട കാര്യമാണോ ഇത്? എന്റെ ഭർത്താവിന്റെ അച്ഛന് വേറൊരു ഭാര്യയിൽ വേറൊരു മകൾ. ഈ നിമിഷം വരെ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്നോടാരും പറഞ്ഞിട്ടുമില്ല. ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു അംഗം കൂടി ഉണ്ടെങ്കിൽ അതറിയാനുള്ള മിനിമം യോഗ്യത എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ വലിഞ്ഞു കയറി ഈ വീട്ടിലേക്ക് വന്നവളല്ല. എന്താ രഘു ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചു വച്ചത്? ഒരു തവണ പോലും, ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ. മറുപടി പറയൂ രഘു. അതിന് എനിക്ക് കാര്യം അറിയില്ലായിരുന്നു. ഇപ്പഴാ അറിയുന്നത്. ബെസ്റ്റ് ബെസ്റ്റ്, അതെനിക്കിഷ്ടപ്പെട്ടു. സ്വന്തമായി ഒരു സഹോദരി ഉണ്ടെന്ന കാര്യം രഘു അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ രഘുവിനെ അറിയിച്ചിട്ടില്ല പലരും. രണ്ടാം ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് ആ കാലത്ത് സ്വാഭാവികമാണ്. ഇത്രയ്ക്കും പരസ്യമായ ആ രഹസ്യം എന്തിനാണ് മറച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
വക്കീലെ, ഇനിയും താഴേക്ക് വായിച്ച രാജരാജവർമ്മൻ എന്നയാളുടെ ജാരസന്തതികളുടെ എണ്ണം കൂടുവോ? രേഖ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്ത് സൂക്ഷിക്കണമെന്ന്? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും പറയട്ടെ. രാജനന്ദിനി എന്ന സഹോദരി മരിച്ച കാര്യം രഘുവിന് അറിയാം. രാഗസുധ എന്ന സഹോദരി ജീവിച്ചിരിപ്പുള്ള കാര്യം രഘുവിന് അറിയില്ല. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന ഭയപ്പാടുള്ളിലുള്ളതുകൊണ്ടാ ബിൽപത്രം വായനയ്ക്ക് ഇത്രയും കാലതാമസം ഉണ്ടാക്കിയത്. മദർ ഇൻ ലോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രദർ ഇൻ ലോയ്ക്കും രാഗസുധയെ അറിയാമായിരിക്കും. അമ്മയെ ഞാൻ കുറ്റം പറയില്ല. കാരണം അമ്മ ഒരു പാവം മാത്രമായിരുന്നു. ഈ നിൽക്കുന്ന എന്റെ ചേച്ചിയുടെ ഭർത്താവെന്ന മനുഷ്യന്റെ ബുദ്ധിക്കത്ത് പ്രവർത്തിക്കുന്ന വെറും ഒരു പാവ. നീ എന്തൊക്കെയാ പറയുന്നു? സത്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ. അങ്ങനെയല്ലെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായ താൻ പറയണോ എന്റെ സഹോദരി എവിടെയെന്ന്? പറ, താൻ എന്തിനാ ഞങ്ങളെ തമ്മിൽ അകറ്റിയത്? എല്ലാം ചെയ്തു വെച്ചിട്ട് ദൈവദൂതനെ പോലെ എന്തിനാ ഇത്രയും കാലം അഭിനയിച്ചത്? ഒരു കൂടപ്പിറപ്പുണ്ടായിട്ട് കൂടി ഒന്ന് കാണാൻ പോലും താൻ എന്നെ അനുവദിച്ചില്ലല്ലോ. നിങ്ങളൊരു ദുഷ്ടനാ. എന്റെ കുടുംബത്തെ തമ്മിലടുപ്പിച്ച് അതിനിടയിൽ സുഖം കണ്ടെത്തുന്ന പരമദുഷ്ടൻ. ഇത്രയും കാലം എനിക്കത് മനസ്സിലായില്ല. ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ വെറും ഒരു പൊട്ടനായി പോവും. എന്നെ പൊട്ടനാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ വിലസണ്ട. എന്റെ കൺമുന്നിൽ നിന്നൊന്ന് പോയി തരുമോ? നിങ്ങൾ എന്നെ ചതിച്ചു. എന്റെ നിഷ്കളങ്കമായ സ്നേഹത്തെ മുതലെടുത്തു. സ്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ മടിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ എനിക്ക് കാണണ്ട. വെള്ളം എടുത്തിട്ട് തൊട്ടു പോകരുത് എന്റെ അമ്മയെ. എനിക്ക് നിങ്ങളെ ഇപ്പൊ പേടിയാ. അതിലൊന്നും ഒരു കാര്യമില്ലടി. പരസ്പരമുള്ള ഇഷ്ടല്ലേ പ്രധാനം. അല്ല കൃഷ്ണ, വിനയൻ നിന്നെ നല്ലപോലെ നോക്കിക്കൊള്ളൂല്ലേ? അവസാനം ഇതെല്ലാം കൂടി എന്റെ രവിസാറിന്റെ തലയിലാവോ? അതിന് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അവൻ എന്നെ ഒരിക്കലും കളയില്ല. ഇനി അവൻ അങ്ങനെ ആലോചിച്ചാ അവനെയും കൊല്ലും, ഞാനും ചാവും. ആ ബെസ്റ്റ്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ മറന്നൊരു ജീവിതം ഇല്ലടി. അതവന്റെ ഓരോ വാക്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. എന്നെ സ്നേഹിക്കാത്ത, എന്നെ വിശ്വസിക്കാത്ത, എന്നെ പറ്റിക്കുന്ന ഒരാളോടൊപ്പം കൃഷ്ണ എങ്ങും പോവില്ല. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. പിന്നീടുള്ള ജീവിതത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ
ഞാൻ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ ഒരു കഷ്ണം കയറിൽ അവസാനിപ്പിക്കും. മതി മതി മതി, എനിക്ക് മനസ്സിലായി. മാനം മുട്ടെ പടർന്ന് പന്തലിച്ച് കിടക്കുക നിങ്ങളുടെ പ്രേമൊന്ന്. എന്താടി നീ ചിരിക്കുന്നത്? അല്ല, ഞാൻ പണ്ട് എന്റെയും സാറിന്റെയും പ്രേമത്തെ പറ്റി പറയുമ്പോ എന്തായിരുന്നു നിന്റെ ഡയലോഗും റിയാക്ഷനും ഉപദേശവും ഒക്കെ? ഇപ്പൊ കണ്ടില്ലേ, വാ തോരാതെ അതിനെപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാനെന്ന് പറഞ്ഞത് എന്താന്ന്? ഇപ്പോ ശരിക്കും മനസ്സിലായി വരുന്നുണ്ട്. പ്രേമമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹലോ യമുന, ഞാൻ വീട്ടിലാ, ഇപ്പൊ ഇറങ്ങും. എന്ത് പറ്റി? ഞാനിപ്പോ വരാം. അങ്ങനെ ഒരു ഔദാര്യ വർത്തമാനത്തിൽ എല്ലാം എനിക്ക് വിട്ടു തന്നു എന്നൊരു വൈകാരിക ഭാവം കാണിക്കണ്ട നിങ്ങൾ. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളു പിടയുകയാണ്. കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടന്നതൊക്കെ നഷ്ടപ്പെടുമ്പോ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്ത എല്ലാ അസുരജന്മങ്ങളുടെയും ഭാവം തന്നെയാ ഇപ്പോ മരണപ്പെട്ട എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ മുഖത്തും. എല്ലാം കാൽ കീഴിൽ വെച്ച് തന്നിട്ട് സ്വയം മാറി നിൽക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലവും. ലാഭനഷ്ട കണക്ക് ചോദിക്കാനോ ഉള്ളത് എത്രയോന്ന് ചോദിക്കാനോ ആരും വന്നിട്ടില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, എല്ലാത്തിനും അവകാശമുണ്ട്. ഒന്നിനും ഞാൻ ഒറ്റയ്ക്കല്ല. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ വാച്ച് എനിക്ക് സമ്മാനമായി തന്നതിന് ശേഷം എന്നോട് പറഞ്ഞത്? ഓരോന്നും അതിന്റേതായ സമയത്ത് ചെയ്യണോന്ന്. ഇപ്പോ ഈ വാച്ചിന്റെ ഓരോ സൂചിയും ശരിയായ സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത്. രവിക്ക് പകരമായി രഘു എന്ന കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. അതെന്താ പെട്ടെന്നൊരു മാറ്റം? മാറ്റമൊന്നുമില്ല. അവന് കുറച്ചു സമയം എന്റെ ചെയറിലിരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. നീ എങ്ങോട്ടേക്ക്? പുതിയ MD ഒന്ന് കാണാൻ. മുന്നിലുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം കണ്ണിൽ ഇരുട്ട് കയറിയോ എന്ന് ചോദിക്കാൻ. നീ അവനോടൊന്നും ചോദിക്കാൻ പോകണ്ട. അല്ലെങ്കിലും ആ കസേര അവനുള്ളതാണ്. അവനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ.
അത് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ല. നാട്ടു നടപ്പിന്റെ കാര്യമല്ല ഇവിടെ, യോഗ്യതയുടെ കാര്യം. നീ അങ്ങനെ ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോ ഒന്നുകിൽ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാൾ യോഗ്യനും പ്രാപ്തനുമുള്ള ഒരാളായിരിക്കണം ആ കസേരയിലിരിക്കുന്ന അർഹൻ. അല്ലാതെ അവകാശം പറഞ്ഞ് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല ഇത്. മാറ്റങ്ങളൊക്കെ നല്ലതാ, പക്ഷേ അത് നല്ലതിനാവണം. നീ വെറുതെ രഘുവിനെ കുറ്റപ്പെടുത്തേണ്ട രാജാറാം. ഞാനൊക്കെ ആരും പഠിപ്പിച്ചു തന്നിട്ടല്ലോ ബിസിനസ് നടത്തുന്നത്. കാലക്രമേണ അവനും മാറ്റം ഉണ്ടാവും. അവനും എന്നെ പോലാവും. നമ്മളതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവനിപ്പോ ചെയ്തൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അവൻ പറയുന്ന ചില വാചകങ്ങൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും അവനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതിരിക്കുക, അതേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ നീയും സാൻഡ്രയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും മതിയായി രാജാറാം. എത്ര വർഷമായി ഇങ്ങനെ ഓടി നടക്കുന്നു. ഇനി കുറച്ചൊക്കെ വിശ്രമിക്കാൻ സമയമായെന്ന് എനിക്കതിന് തോന്നുക. പക്ഷെ അത് ഇങ്ങനൊരു സാഹചര്യത്തിലായിപ്പോയെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒരു അതിർവരമ്പ് വെക്കണം രാജാറാം. ഏത് കാര്യമാണെങ്കിലും അതിരുവിട്ടു പോയാൽ അത് നമുക്ക് വിഷമങ്ങളെ തരും. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യമല്ലോ, അങ്ങനെ തന്നെയാണ്. എന്റെ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണെങ്കിൽ അതിലും നല്ല അഭിനയമായിരുന്നു രേഖ മാഡത്തിന്റെ ഗർഭനാടകം. അതിനും അപ്പുറം ഇവിടെ ആരും അഭിനയിച്ചിട്ടില്ല. രഘു, പഴയ കാര്യങ്ങളൊക്കെ മറക്കാം, പക്ഷെ മറക്കേണ്ടതേ മറക്കാവൂ. നീ നിന്റെ ഭാര്യയും കുറ്റം പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയേ ഈ നിമിഷം വരെ ജീവിച്ചിട്ടുള്ളൂ. കണ്ണടച്ചിരുട്ടാക്കി അത് മറവിയായി എടുക്കരുത്. ഈശ്വരൻ ക്ഷമിച്ചൊന്നും വരില്ല. ഇത്രയും വലിപ്പമില്ലെങ്കിലും എനിക്കും ഉണ്ടൊരു വീട്. സുഖസൗകര്യങ്ങൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഇതിനേക്കാൾ അന്തസ്സോടെ ഞങ്ങൾ അവിടെ ജീവിക്കും. നീ ജീവിക്കോ മരിക്കോ എന്തേലും ചെയ്യ്. പക്ഷെ അതിനു മുമ്പ് നീ ശരിക്കും ആരാണെന്നൊന്ന് വ്യക്തമാക്കണം. നീ ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്ന് ഇവിടെ ഇപ്പോഴും തർക്കം നടക്കുന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മിയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നേരത്തെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. അതല്ല കൺമണിയാണെങ്കിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസയും വാങ്ങി മിണ്ടാതിരുന്നോണം. അങ്ങനെ നീ പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ? ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ നിന്റെ കഥാപ്രസംഗം മുഴുവൻ കേട്ടു നിന്നത്. കൺമണി ആയിരുന്നെങ്കിലേ ഇതിനു മുൻപേ നിന്റെ അണപ്പൽ അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. Excuse me. നീ അകത്ത് പോ. പോകാൻ. ചേച്ചിയെ കെട്ടിയ ബന്ധത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങിക്കിടന്നിട്ടും മരിച്ചുപോയ ചേച്ചിക്ക് പകരം ഏതോ ഒരുത്തിയെ ഭാര്യയായി കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ നിറഞ്ഞാടുന്നു. ഈ കുടുംബത്തിലെ ഓരോ പിടി മണ്ണിനും ആധികാരികമായി അവകാശമുള്ളവർ അത് കണ്ട് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു.
എന്തിനാ രേഖ ഇല്ലാത്തൊരു പ്രശ്നത്തെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത്? മതി, നിർത്തിക്കോ.